ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങൾ ഇല്ലാതായതോടെ പോർട്ടബിൾ ബദൽ സംവിധാനമൊരുക്കിയിരിക്കുകയാണ് സിപിഎം വെള്ളൂർ വെസ്റ്റ് ബ്രാഞ്ചിലെ പ്രവർത്തകർ. എടുത്തുകൊണ്ടുപോകാവുന്ന ഈ ബസ് സ്റ്റോപ്പ് ഏറെ ആശ്വാസമാണ് വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിലെത്തുന്ന യാത്രക്കാർക്ക്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരത്തെ മിക്കവാറും എല്ലാ ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങളും മാസങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു കളഞ്ഞിരുന്നു. നാലുവരിപ്പാതയും ഇരുവശത്തും അപ്രോച്ച് റോഡുകളും വന്നതോടെ ഒരു കാലത്ത് പാതയോരങ്ങളിലുണ്ടായിരുന്ന മരത്തണലുകളും ഓർമ്മ മാത്രമായി. നിലവിൽ പൊരിവെയിലാണ് ബസ്സു കാത്തു നിൽക്കേണ്ടത്. ബസ് സ്റ്റോപ്പിന്റെ കൃത്യമായ സ്ഥാനം പോലും ഇനിയും നിർണയിക്കപ്പെടാത്തതിനാലും അതിനായി പൊതുസ്ഥലങ്ങൾ പലയിടത്തും ഇല്ലാത്തതിനാലും ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇവിടെയും ആരും മുന്നോട്ട് വന്നിട്ടുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായാണ് സിപിഎം വെള്ളൂർ വെസ്റ്റ് ബ്രാഞ്ച് പോർട്ടബിൾ കാത്തിരിപ്പു കേന്ദ്രം എന്ന ആശയം നടപ്പിൽ വരുത്തിയത്. നാട്ടിൽ തന്നെ നമ്മളെ പ്രദേശത്ത് തന്നെ ഇതിന്റെ കമ്പിയും ബെൽഡ് ഒക്കെ നമ്മളെ പ്രദേശത്തിലാണ് സൗജന്യമായിട്ടാണ് ബെൽഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് സമയത്ത് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ബാങ്ക് പരിസരത്താണ് ഈ ബസ് സ്റ്റോപ്പ് നമ്മൾ സ്ഥാപിച്ചിരുന്നത്. ആ ബാങ്ക് അടിപ്പാത വന്നതോടുകൂടി അതിൻ്റെ സ്ഥാനം കുറച്ചിങ്ങോട്ട് മാറ്റപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ ബസ് സ്റ്റോപ്പ് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുകയുണ്ടായത്. ഇനി ഇപ്പോഴും ബസ് സ്റ്റോപ്പ് എവിടെയാണ് നിർണ്ണയിക്കപ്പെടാത്തൊരു കാലത്ത് ഇത് നമുക്ക് ഏത് സമയത്ത് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമുക്ക് തോന്നുന്നത്. നാട്ടിലെ തന്നെ പലരും സംഭാവനയായി നൽകിയ ഇരുമ്പുകമ്പികളും പൈപ്പുകളുമെല്ലാം ഉപയോഗിച്ചാണ് ഈ കാത്തിരിപ്പു കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളൂർ ബാങ്ക് പരിസരത്തെ ഈ പോർട്ടബിൾ ബസ് സ്റ്റോപ്പ് കൃത്യമായ ഒരു മാതൃക തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും ബസ് സ്റ്റോപ്പുകൾ പൊളിച്ച് മാറ്റപ്പെട്ടിരുന്നു. അന്നു മുതൽ മഴക്കാലത്തും ഇതുപോലെ കഠിനമായ വേനലിലും ആളുകൾ ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്ന് അറിയാതെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതുപോലെ ബസ്സുകൾക്കും എവിടെയാണ് സ്റ്റോപ്പ് എന്നറിയാത്തത് കൊണ്ട് നിർത്തേണ്ടുന്ന ഇടത്തല്ല നിർത്തുന്നത്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വലിയ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നത് തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.